പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു സായാഹ്നമാണിത്. പുസ്തക പ്രകാശനം മുതലായിട്ടുള്ള മറ്റ് ചടങ്ങുകൾ ഒക്കെ ഉള്ള ഒരു കാരണത്താലാവാം, ഇപ്പം നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാവാം ഇതുപോലുള്ള ഒരു പൊതു സ്ഥാപനത്തിൻ്റെ മുറ്റത്തൊക്കെ വന്ന് ഇരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്തൊന്നും ശ്രീ ഉസ്മാൻ സൂചിപ്പിച്ച പോലെ പഴയ പോലുള്ള ഈ മനുഷ്യരുടെ കൂട്ടായ്മകൾ ഇല്ലാതെയായി തീർന്നിട്ടുണ്ട്. ആൾക്കാർ കൂട്ടം കൂടിയിരിക്കാനും ചായപ്പീടികളിലുണ്ടായിരുന്നു, കലുങ്കുകളിലുണ്ടായിരുന്നു, അതുപോലെ റോഡ് സൈഡിലുള്ള പഴയ ടിപ്പു സുൽത്താൻ റോഡിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയ മരങ്ങൾ നിന്നിട്ട് അതിൻ്റെ താഴെയൊക്കെ ആൾക്കാരിരുന്ന് അങ്ങനെ എല്ലാ ഈവനിങ്ങിലും അത് ഉണ്ടാവും. പലതരം ജോലിക്കാരായിട്ടുള്ള ആൾക്കാർ, നാട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനുള്ള ഇടങ്ങളൊക്കെ ഇല്ലാതായി തീർന്നത് ഈ ഇരിക്കുന്ന ആൾക്കാരൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോ പ്രത്യേക പാർട്ടിക്കാരോ അല്ലായിരുന്നു. നാട്ടുകാരെന്നുള്ള ഒരു നിലയ്ക്കാണ് അവർക്ക് ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ ഇടങ്ങൾ അവർ തന്നെ സൃഷ്ടിച്ചെടുത്ത ഇടങ്ങളുണ്ട്. ചായപ്പിടിയായിരിക്കാം. അപ്പോൾ അത്തരം ഇടങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതെയായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ പ്രദേശമൊക്കെ ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്ന സമയത്താണ് ഇവിടെ പൂമുഖം ഉണ്ടാവുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും അതിൽ സംശയമുണ്ടായി. ഏതെങ്കിലും ഒരു പ്രത്യേക മത സംഘടനയുടെയോ രാഷ്ട്രീയ സംഘടനയുടെയോ ഒരു അടിത്തറയാണ് ഇതിനുള്ളത്. അതിൻ്റെ ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ പല ആൾക്കാർക്കും ഉണ്ടായി. സ്വാഭാവികമാണ്. കാരണം മറ്റത് സാധാരണ അല്ലാത്ത കാരണം. ഒരു വായനശാല സ്ഥാപിക്കുക, അതിന് അവിടെ വായിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക, അതിനൊക്കെ ഒരു ചെറിയ ഇടം മാത്രം മതി. ഒരു റൂം വാടകയ്ക്ക് എടുത്താൽ ഇപ്പോൾ വായനശാല സ്ഥാപിക്കാം. അല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം മതി. ഇത് ഏതാണ്ട് 25 സെൻറ്റോളം ഒരു സ്ഥലം, ഇത്ര വലിയൊരു വിശാലമായിട്ടുള്ള സ്ഥലം വാങ്ങിക്കുന്നു. അതിൻ്റെ പദ്ധതികളുണ്ട്. അവിടെ ഒരു കെട്ടിടം പണിയുന്നു. ഈ കെട്ടിടത്തിൻ്റെ അതിൻ്റെ ചുമതലയും ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വിവിധ ചിന്താ പദ്ധതി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. പല രാഷ്ട്രീയക്കാരാണ്. അവർക്ക് പലതരത്തിലുള്ള പൊളിറ്റിക്സ് ഉണ്ട്. പല മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ, ചില മതരാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരുണ്ട്. അങ്ങനെ പലതരം ആൾക്കാരുണ്ട്. അതിൻ്റെ ഒക്കെ അങ്ങേ പുറത്ത് ഇതിൽ പ്രധാനമായിട്ടുള്ള അജണ്ട ഞാൻ ഇത്രയും കാലം ഇത് പലപ്പോഴും ഞാൻ അതിൻ്റെ ആൾക്കാരോട് നേരിട്ടിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാകുന്നത്? അപ്പോൾ വളരെ വെടുപ്പായിട്ട് അവരത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അങ്ങനെ യാതൊരുവിധ രാഷ്ട്രീയ സംഘടനയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ അങ്ങനെ സമുദായത്തിൻ്റെയോ ഒരു ഉൽപ്പന്നമായിട്ട് ഇത് ഒരിക്കലും കാണരുത്. ഇതൊരു പൊതുസ്ഥാപനമാണ്. എല്ലാ ആൾക്കാർക്കും ഇവിടെ സ്വാഗതമാണ്. എല്ലാ മനുഷ്യരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സാംസ്കാരിക ഇടമാണ് ഇത്. അപ്പോൾ ഇത് പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ആൾക്കാരുടെ സംശയം തീർന്നിട്ടില്ല. കാരണം ഇന്ന ആള് ഇന്നതല്ലേ. ഇപ്പോൾ ശ്രീരാമൻ വന്നിരിക്കുന്ന അതുകൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. മറ്റേ വേറൊരാൾ ഇയാൾ പണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരനായിരുന്നു. വേറൊരാൾ കോൺഗ്രസ്സുകാരനാണ്. അയാൾ മാറിയിട്ടൊന്നുമില്ല, എപ്പോഴും കോൺഗ്രസ് തന്നെയാണ് തോന്നുന്നത്. വേറൊരാൾ CPI കാരനാണ്. അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഒന്ന് ബോധ്യമായി, പല തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ പല തരത്തിലുള്ള മനുഷ്യർ ഉള്ളത് ഈ സമൂഹത്തിലൊക്കെ ഉണ്ടാവും. ആ പലതരത്തിലുള്ള മനുഷ്യരായാലും നമ്മൾ മനുഷ്യരാണ് എന്ന ഒരു ബോധം ഉണ്ടാവാനും മനുഷ്യർക്ക് ഒരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ പരസ്പരം കൊണ്ടും കൊടുത്തും കേട്ടും അറിഞ്ഞും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ആയിക്കൊണ്ട് നമ്മൾ സന്നദ്ധമാവുമ്പോഴാണ് ഈ കൂട്ടായ്മ സഫലമാവുന്നത്. ഈ ബിൽഡിങ് പണിയാനൊക്കെ വെച്ചിരുന്ന പണമാണ് ആദ്യം ഉപയോഗിച്ചത്. ഇതിൻ്റെ ഒരു പ്രധാന പങ്ക് ആദ്യം ഉപയോഗിച്ചത് ഇവിടെ വെള്ളപ്പൊക്കക്കെടുതിയിൽ വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ വീട് പണിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക ആവശ്യം വന്നപ്പോൾ ഇവർക്ക് സ്വരൂപിക്കാനില്ല. ബാക്കി ഗവൺമെൻറ് പറയും പ്രാഥമികമായിട്ട് ഫൗണ്ടേഷനൊക്കെ പണിയാണ്. പല ആൾക്കാരും നിർധനരാണ്. അങ്ങനെ വലിയൊരു സംഖ്യ കൃത്യമായിട്ട് എൻ്റെ ആൾക്കാർക്ക് അറിയാം, വലിയൊരു സംഖ്യ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ അത് കാരണം ഇത് കുറച്ചുകൂടി വൈകി. അപ്പോൾ ഇത് സാധാരണ ആൾക്കാരാണെങ്കിൽ പറയുന്നത് നമ്മൾ
വേറൊരു ആവശ്യത്തിന്, അതായത് വായനശാല ഉണ്ടാക്കാനും ഈ കെട്ടിടം ഉണ്ടാക്കാനും ഉണ്ടാക്കിയിട്ടുള്ള പൈസയാണ്. ഇത് വകമാറ്റി ചെലവഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ വിരോധമൊന്നും ഉണ്ടാവില്ല. അപ്പം ജനങ്ങളുടെ അന്നന്നത്തെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അതിൽ അവരെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനും സന്നദ്ധതയുള്ള ഒരു നേതൃത്വം ഈ പൂമുഖത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പതുക്കെ പതുക്കെ പല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഈ ഉമ്മറത്ത് വന്നിരിക്കാൻ തുടങ്ങിയത്. ഞാനും എനിക്കും ആദ്യം ഡൗട്ടുണ്ടായിരുന്നത് എന്താ ഈ പരിപാടി ഇത് മുഴുവൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറി എല്ലാതരം മനുഷ്യരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറി. അപ്പോൾ ഇതുപോലെ ഒരു സന്ധ്യ ഉണ്ടാവുക, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ വളരെ സ്വതന്ത്രരായിട്ട് വന്നിരിക്കുകയും അവർക്ക് സംസാരിക്കാനും അവർക്ക് പുസ്തകങ്ങൾ വായിക്കാനും ലോക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും അങ്ങനെ അതിലൂടെ പുരോഗമിക്കാനും അവരുടെ മാനസിക പുരോഗമനം. മറ്റേതെന്ന് വെച്ചാൽ ഒന്നെന്നെ കേട്ടിട്ട് അതിൻ്റെ മുകളിൽ വർത്താനം പറയാൻ പറ്റുള്ളൂ. പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള വിചാരങ്ങളും ഒക്കെ ഉള്ളതാണ് മനുഷ്യർ. അപ്പോൾ അവരുടെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇടം ആണ് ഇത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയിലേക്കാണ് പ്രധാനമായിട്ടും വരേണ്ടത്. കാരണം ഇങ്ങനെ ഈ ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ, അതിൽ പഴയ കാലത്ത് ഇങ്ങനെ മജ്‌ലിസ് എന്നൊക്കെ പറയും, എല്ലാവരും കൂടിയിട്ട് ഇരിക്കുമ്പോൾ അതിൽ കഥകളുണ്ടാവും സ്വാഭാവികമായിട്ട്. പല ആൾക്കാരെ പറ്റിയിട്ട് പല കഥകൾ, പഴയ പൂർവിക കഥകൾ, ഉള്ള കഥകൾ, വരാൻ പോകുന്ന സങ്കല്പ കഥകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം ഞാൻ ഈ കൊച്ചനൂക്കാരുടെ ഒരു പൈതൃകമായിട്ട് വന്നിട്ടുള്ള എനിക്കൊരു പരിചയമുള്ള എട്ടാത്തറ മമ്മൂട്ടിയാണ് ഇവിടെ ഈ കഥ പറയുന്നതിൽ വളരെ മിടുക്കനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ പിൽക്കാലത്ത് ഈ മനുഷ്യരെയൊക്കെ ചെന്ന് കാണാനും അവരെ പറ്റിയിട്ട് ഇതുപോലെ ടെലിവിഷൻ പ്രോഗ്രാമുകൾ ചെയ്യാനും അവരെ പറ്റി എഴുതാനൊക്കെ എന്നെ ഏറെ സഹായിച്ചത് ഈ എൻ്റെ ഒരു 20 വയസ്സുകാലത്ത് വർഷങ്ങൾ എല്ലാ ഈവനിങ്ങിലും മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് വരും. അവിടെ ഇരുന്ന് മമ്മൂട്ടി കഥകൾ പറയും. ഞാൻ മാത്രമല്ല, കേൾവിക്കാർ നിരവധി ആൾക്കാരുണ്ടാവും. അവരൊക്കെ പിരിഞ്ഞു പോകും. എനിക്ക് ചെറുപ്പത്തനിക്ക് പോകേണ്ട കാരണം ആ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ അവിടെ തന്നെ കിടക്കും, പിറ്റേ ദിവസം രാവിലെ പോവാം. അങ്ങനെ മമ്മൂട്ടിയുടെ കഥകൾ കേട്ടാണ് ഞാൻ ഈ മനുഷ്യരുടെ കഥകൾ പറയാനും എഴുതാനും ഒക്കെ തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യ കഥകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ പെട്ട മനുഷ്യരെ മാത്രം, ഇപ്പോൾ ഒരു പാർട്ടിക്കാരാണെങ്കിൽ ആ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരുടെ കഥകൾ, ഒരു മതത്തിൻ്റെ കഥകളാകുമ്പോൾ ആ മതം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മനുഷ്യരുടെ കഥകൾ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിൽ ആ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മനുഷ്യരുടെ കഥകൾ, ആ പ്രസ്ഥാനത്തിൻ്റെ കഥകൾ. അത് മനുഷ്യരുടെ കഥ എന്ന് പറയാൻ പറ്റില്ല. അത് പ്രസ്ഥാനത്തിൻ്റെ കഥകളാണ്, മതത്തിൻ്റെ കഥകളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കഥകളാണ്. ഇത് സർവ്വവിധത്തിലുള്ള മനുഷ്യരുടെ കഥകൾ, ഭൂമിയിൽ ജീവിക്കുന്ന പല തട്ടിൽ ജീവിക്കുന്ന പല സ്വഭാവക്കാരായിട്ടുള്ള മനുഷ്യരുടെ കഥകൾ ഒക്കെ കേട്ട് വളർന്നത് ഈ കൊച്ചനൂരിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായി വരിക എന്നുള്ളത് ഇനി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു സന്തോഷത്തോടു കൂടി മരിച്ചു പോവാം. മറ്റേത് അത് നശിച്ചു പോയി എന്നുള്ളതാണ്. ഇപ്പം ഇവിടെയുള്ള ലൈബ്രറിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം പുസ്തകങ്ങളല്ല ഉള്ളത്, എല്ലാവിധ പുസ്തകങ്ങളുണ്ട്. അധ്യാത്മരാമായണമുണ്ട്, ഖുർആനുണ്ട്, അങ്ങനെ എല്ലാതരം പുസ്തകങ്ങളുണ്ട്, എല്ലാതരം എഴുത്തുകാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ആ പുസ്തകം എഴുതിയ ആളുടെയും സ്വഭാവം ആൾക്കാരോട് കഥകൾ പറയുക എന്നുള്ളതാണ്. ഈ കഥകൾ പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കഥ തന്നെ പലവരും പറയാൻ താമസം കൊടുക്കും മൂപ്പർ, എഴുതാൻ്റെ താമസം ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പരൊരു വാചകം പറഞ്ഞാൽ ഒന്ന് ഞെക്കി ഒന്ന് മോളിട്ടൊക്കെയാണ് അടുത്ത വാചകം പറയുള്ളൂ. അത് മൂപ്പരൊരു സ്റ്റൈലാണ്. പക്ഷെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാത് കൂർപ്പിച്ചിരിക്കും, എന്താ ഈ പറയാൻ പോണത്. അപ്പോൾ പല കഥകൾ അദ്ദേഹം പറഞ്ഞത് പുതിയ നവമാധ്യമങ്ങൾ വന്നപ്പോൾ അതിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ കഥകൾക്ക് വേറെ തരം വികാസം പ്രാപിച്ച് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ചെറിയ ഡാമേജും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓപ്പം സിനിമാ നടനൊക്കെ ആയിട്ട് നടക്കേണ്ട ഓൻ്റെ ആദ്യത്തെ സുഹൃത്തുക്കൾ പൊട്ടക്കാള ഉണ്ണി, പുളിക്കല മേര, മലായി കുഞ്ഞോൻ, അതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് സത്യവുമാണ്. അതായത് ഞാൻ പലരോടും പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. ഞാനിങ്ങനെ സിനിമയിലൊക്കെ പോയിട്ട് എഴുതുക, സാഹിത്യം പരിപാടികളിലൊക്കെ പങ്കെടുക്കുക, സാംസ്കാരിക പ്രവർത്തനമൊക്കെയാണ്. പിന്നെ സ്വഭാവം ഇന്നതായിരുന്നു ആദ്യം എന്നുള്ളത് ഫാറൂഖ് മംഗളങ്ങരയുടെ ഈ പുസ്തകത്തിൽ വളരെ വെടുപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പുളിക്കല മെയ്തുണ്ട്, അങ്ങനെ ഓരോ ആൾക്കാരുടെ പേരും. അപ്പോൾ പുളിക്കല മെയ്ത, മത്രങ്കോട്ട ഹംസ,
ചക്കിത്തറ സുകുമാരൻ, പിലാപ്പിയ ബോക്കർ, ഈ ആദ്യം അന്ന് സമൂഹത്തിൽ വളരെ എന്താണ് ഒരു ഭയത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ അകറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒപ്പമായിരുന്നു ഇവൻ ആദ്യം നടന്നിരുന്നത് എന്ന് അദ്ദേഹത്തിന് പറയാൻ മുട്ടിമുട്ടിയിട്ട് അത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഞാൻ FB-യിൽ വന്ന് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പോരായിരുന്നു, ലിസ്റ്റ് ഞാൻ തന്നിരുന്നു ആൾക്കാരുടെ, ഇതിപ്പോൾ ആണുങ്ങളുടെ മാത്രമല്ല പെണ്ണുങ്ങളുടെ ലിസ്റ്റും അതിൽ വേണ്ടതായിരുന്നു, അതും ഞാൻ തന്നിരുന്നു പറഞ്ഞു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ കഥകൾ, ഈ കഥകൾ പറയുക എന്നുള്ളത് ഒരു നാടിനെ മുന്നോട്ട് പണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ പുസ്തകമില്ല, പറഞ്ഞ കഥകളാണ് പലപ്പോഴും ആ നാടിൻ്റെ ചരിത്രമായിട്ട് നിലനിന്നിരുന്നത്. വോക്കൽ ഹിസ്റ്ററി എന്ന് പറയും. ഇപ്പോൾ ഇന്നലെ പൊന്നാനി MLA നന്ദകുമാർ എൻ്റെ വീട്ടിൽ വന്നു രാവിലെ. അതിപ്പോൾ അദ്ദേഹം നേരത്തെ വിളിച്ച് വരുന്നു. അപ്പോൾ എന്തിനാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നമ്മളുടെ MLA അല്ല, അദ്ദേഹം അവിടെ അതാണ് ഈ ഒരു ഇതിൽ പെട്ടിട്ടുള്ളതല്ല മൂപ്പര സ്ഥലം. അപ്പോൾ വന്നിട്ട് ആദ്യം എന്നോട് പറഞ്ഞത് അദ്ദേഹം അവിടെ ഒരു അനുസ്മരണവും ഒരു ഡോക്യുമെൻ്ററി അങ്ങനെയായിട്ടുള്ള ഒരു പദ്ധതി, ഒരു ഈ പൊന്നാനി താലൂക്കിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ പറ്റി ആണ് ആ പദ്ധതിയായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡോക്യുമെൻ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമന് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് എനിക്ക് വളരെ അത്ഭുതമായി തോന്നി. ആ ആളുടെ പേര് കൊളാടി ഉണ്ണി എന്നായിരുന്നു. കൊളാടി ബാലകൃഷ്ണൻ എന്ന ഉണ്ണിയായിരുന്നു. കൊളാടി ഗോവിന്ദൻകുട്ടിയുടെ ജ്യേഷ്ഠനാണ് ഉണ്ണി. അപ്പോൾ ഉണ്ണി വരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തിട്ടില്ല. 1930-കളിലാണ് അയാൾ ബോംബെയിൽ പഠിച്ചിരുന്ന ആളാണ്, LLBക്ക് പഠിച്ചിരുന്ന ആളാണ്. ആ നാട്ടിലെ ഏറ്റവും രാജാക്കന്മാരുടെ പോലെ ഏറ്റവും അധികം സമ്പന്നമായിട്ടുള്ള തറവാടാണ് കൊളാടി തറവാട്. വാലയിടത്തേല എന്നാ പറയാം. വാലയിടത്തേല എന്ന് പറഞ്ഞാൽ വലിയ ഇടത്തിലെ, ഇത് അതിൽ ലോപിച്ചിട്ടാണ് വാലയിടത്തേല. അപ്പോൾ ഈ വാലയിടത്തേല ഉണ്ണീനെ പറ്റിയിട്ടാണ് ഇപ്പോൾ അവിടെ ഈ പൊന്നാനി താലൂക്കിൽ ഈ മാറഞ്ചേരി കേന്ദ്രമായിട്ട് വീണ്ടും അവിടെ ആകെ കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു വായനശാല ഉണ്ട് ഈ കൊളാടിക്കാരുടെ പറമ്പിൽ തന്നെ. അതല്ലാതെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹമായിരുന്നു ഇമ്പിച്ചിവാവയ്ക്കൊക്കെ മുൻപ് ഈ പൊന്നാനി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ പാകിയത്. അത് കമ്മ്യൂണിസം എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല, അത് പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സിൽ അതായത് EMS നമ്പൂരിപ്പാടായാലും AK ഗോപാലനായാലും ഇവരൊക്കെ തന്നെ കോൺഗ്രസിൽ പ്രവർത്തകരാണ്. കോൺഗ്രസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ നിന്ന് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പും പിന്നെ കമ്മ്യൂണിസ്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ അന്ന് കോൺഗ്രസ് മാത്രമേ നിലവിലുള്ളൂ. ആ സമയത്താണ് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിട്ട് അവിടെ പൊന്നാനി താലൂക്കിലേക്ക് ബോംബെയിൽ നിന്ന് പഠിപ്പ് നിർത്തിയിട്ട് വരികയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ പോയില്ല, ജാഥ നടത്താൻ പോയില്ല, ധർണ നടത്താൻ പോയില്ല, നോട്ടീസ് അടിക്കാൻ പോയില്ല, ലേഖനം എഴുതിയില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം വരുന്ന കാലത്ത് അദ്ദേഹം ആദ്യം ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് നായാടി സമൂഹത്തിന് വന്നേരി നാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. അവിടെ കനോലി കനാലിൻ്റെ അപ്പുറം പടിഞ്ഞാറ് ഭാഗത്താണ് നിൽക്കാൻ പാടുള്ളൂ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ആൾക്കാർ, അവർക്ക് വഴിപാടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കൊടുക്കണം എന്നുള്ള ആൾക്കാർ ആ ഭക്ഷണം കൊണ്ടുപോയിട്ട് വഞ്ചിയിൽ വെച്ചിട്ട് കനാലിൽ കടത്തി അപ്പുറത്ത് വെച്ച് കൊടുക്കണം. അവർക്ക് എടുത്തിട്ട് പോയി ഇപ്പുറത്തേക്ക് വരാൻ പാകില്ല. അതാണ് കൊളാടി ഉണ്ണി ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഈ വന്നേരി നാട്ടിലെ വ്യവസ്ഥ. അത് അവിടുത്തെ ജന്മിമാരായിട്ടുള്ള നമ്പൂതിരിമാരും ആൾക്കാരൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നിയമമാണ്. അതിനെ ലംഘിച്ചിട്ടില്ല. ഒരു ദിവസം അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു നമ്പൂതിരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലൊന്നും എഴുതിയിട്ടുള്ളത്. ഒരു ദിവസം രാവിലെ അവിടെ ഇളയന്നൂർ മനയാണെന്നാണ് ആ മനക്കിലെ നമ്പൂതിരി. അപ്പോൾ അദ്ദേഹം രാവിലെ കുളിച്ച്, അദ്ദേഹം വളരെ ആചാര്യനൊക്കെയാണ്, പൂജകളൊക്കെ ചെയ്ത് കുളിച്ചൊക്കെ ഗംഭീരമായിട്ട് ഇരിക്കുന്ന ആളാണ്. ഒരുപാട് കാര്യസ്ഥന്മാരുണ്ട്, വളരെയധികം വലിയ ഭൂജന്മിയാണ്. അവർ പറഞ്ഞു വളരെ ദൂരെയാണ് പഠിക്കുന്ന കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ എന്ന് കാര്യസ്ഥന്മാർ വിളിച്ച് ഈ കാർന്നൊരു നമ്പൂരിയോട് പറഞ്ഞു. ആരാ വരുന്നതെന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി നോക്കിയപ്പോൾ പറഞ്ഞു നായാടികളാണെന്ന് തോന്നുന്നു. നായാടികളോ? ഇവിടേക്കോ? നമ്മുടെ നാട്ടിലേക്കോ നമ്മുടെ പറമ്പിലേക്കോ നമ്മുടെ മുറ്റത്തേക്കോ എന്ന് ചോദിച്ചു. അതേന്നാ തോന്നുന്നു. ഉടനെ തന്നെ ഇയാളെ അലറി അടിച്ചോടിച്ചതാ. ഇവിടെ വരാൻ പാടില്ലാത്ത ആൾക്കാരാണ്, കടക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അപ്പം കാര്യസ്ഥന്മാർ വടിയെടുക്കാൻ ഓടുന്ന മാരകായുധങ്ങൾ വരെ എടുത്തു എന്നാണ് പറയുന്നത് ഇവരെ നേരിടാൻ വേണ്ടി. ഓടിച്ചെന്ന് അവിടെ ചെന്ന് നോക്കിയിട്ട് കുറച്ച് നേരം സ്തബ്ധരായിട്ട് അവർ നിന്ന് തിരിച്ചു പോന്നു. അപ്പം എന്താ ഞങ്ങൾ പോകുന്ന? അവർ ഓടിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ പോകുന്നില്ല. എന്താന്ന് ചോദിച്ചു.
നായാടികളുടെ മുമ്പിൽ നടന്നു വരുന്നത് വാലയിടത്തേലെ ഉണ്ണിയാണെന്ന് പറഞ്ഞു. വാലാടത്തേലെന്ന് പറഞ്ഞാൽ ഈ കൊളാടി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കൊളാടി ഉണ്ണിയാണ് മുൻപിൽ നടന്നു വരുന്നത്. അദ്ദേഹം നല്ല ഉയരം, നല്ല തടി, നല്ല വണ്ണം, അവിടുത്തെ പ്രഭുകുമാരനാണ്. ഏറ്റവും വലിയ ജന്മിയുടെ മൂത്ത മകനാണ് കൊളാടി ഉണ്ണി. അയാളെ തടുക്കാനുള്ള ശക്തി നമ്പൂരിക്കോ നമ്പൂരിയുടെ കാര്യസ്ഥന്മാർക്കോ ഇല്ല. ഇവർ വന്നതും നേരെ ഈ മനയുടെ മുറ്റത്ത് കൂടെ നടന്നു പോയിട്ട് മനയുടെ കുളത്തിൽ ചാടി കുളിക്കുകയാണ്. ഈ ഉണ്ണിയും കുളിക്കുകയാണ്. എന്നിട്ട് തിരിച്ച് ഈ മനയുടെ മുറ്റത്ത് കൂടെ നടന്നങ്ങോട്ട് പോയി. അന്ന് തൊട്ടിട്ട് വന്നേരി നാട്ടില് നായാടികൾക്കുള്ള നിരോധനം പിൻവലിച്ച് സ്വയം പിന്നെ നായാടികൾ വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട്, അതായത് അദ്ദേഹം ആ വന്നേരി നാട്ടിൽ ചെറിയ ലേഖനം ഉണ്ട്. അതിനകത്ത് ഈ കാട്ടുമാടൻ നാരായണനോട് പറയുന്നുണ്ട്, എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ. കാരണം ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഭക്ഷണം, വസ്ത്രം, വീട്, സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം എല്ലാ മനുഷ്യർക്കും എന്നാണ് കേട്ടോ. അല്ലാണ്ട് എല്ലാ ഹിന്ദുക്കൾക്കെന്നോ എല്ലാ മുസ്ലിമുകൾക്കെന്നോ എല്ലാ ക്രിസ്ത്യാനികൾക്കെന്നോ അല്ലെങ്കിൽ എല്ലാ ഹരിജനങ്ങൾക്കൊന്നും അല്ല, എല്ലാ മനുഷ്യർക്കും വീട്, വസ്ത്രം, കിടപ്പാടം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ എന്ന് ചോദിച്ചത്രേ. അത്ര മാത്രമല്ല, സർവ്വ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഇത് സർവ്വ ജീവജാലങ്ങളുടെയും കൂടി ഭൂമിയാണ്, മനുഷ്യരുടെ മാത്രമല്ല എന്നും കൊളാടി ഉണ്ണി പറഞ്ഞു. അതാണ് ആ മനുഷ്യനാണ് പൊന്നാനി താലൂക്കിൽ. പൊന്നാനി താലൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ വലിപ്പമുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഒരു പക്ഷേ പൊന്നാനി താലൂക്കിൽ പെട്ട സ്ഥലമായിരിക്കും. വലിയ ഒരു വിസ്തൃതിയുള്ള സ്ഥലമാണ്. അക്കിത്തം അങ്ങനെ ഒരു വലിയ ഇവരൊക്കെ ഈ പൊന്നാനി താലൂക്കിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ പൊന്നാനി താലൂക്കിൽ മാത്രം അത്രയും വലിയ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുടെ അടിത്തറ ഉണ്ടാക്കിയത്, അതിന് ഒരു ബേസ്മെന്റ് പണിതത് കൊളാടി ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ അധികകാലം ജീവിച്ചില്ല. 40 വയസ്സ് തികണതിന് മുമ്പ് മരിച്ചു പോവുക ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു കൊളാടി ഗോവിന്ദൻകുട്ടിക്ക് പകരമായിട്ട് ഇലക്ഷനിൽ നിന്ന് ജയിക്കേണ്ടതാണ്. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. ഇമ്പിച്ചി ബാവയാണ് പറഞ്ഞത് ഈ കൊളാടി ഉണ്ണിയുടെ പേര് അത്രമാത്രം. അദ്ദേഹം ഒരു സൈക്കിളാണ്, ഈ ഒരു സൈക്കിളിന്റെ മുകളിലാണ്. കാരണം അന്ന് സൈക്കിൾ വളരെ അപൂർവമാണ്. ഈ ഏതാണ്ട് ഒരു 10-80 കൊല്ലം മുമ്പിലത്തെ കഥയാണ് പറയുന്നത്. അപ്പൊ സൈക്കിൾ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് കൊളാടി അപ്പുമേനോട്, അമ്മാവനാണ്, നേരെ അമ്മാവനാണ് ഈ തറവാടിന്റെ ചുമതലയുള്ള ആള്, PT മോഹനകൃഷ്ണന്റെ അച്ഛൻ. കൊളാടി അപ്പുമേനോനോട് നിരവധി തവണ ഈ മരുമകൻ പറഞ്ഞു ഒരു സൈക്കിൾ വാങ്ങിച്ചിരുന്നു. സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പൊ മൂപ്പര് വളരെ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് ഈ കൊളാടി അപ്പുമേനോൻ. അവിടെ ഈ കൊളാടിക്കാർക്ക് അവരുടെ ചില ചടങ്ങുകളും ബിൽഡിങ്ങുകളും ഭൂസ്വത്തുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു കത്തെഴുതി പോസ്റ്റലായിട്ട് അയച്ചു. ഈ മരുമകൻ ബാലകൃഷ്ണന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക എന്ന് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട്. ഈ എഴുത്ത് കിട്ടിയപ്പോൾ കാരണവർക്ക് തോന്നി ചിലപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ ആണെങ്കിലും അത്രമാത്രം ഭക്തനാണ് മൂപ്പര്. പിന്നെ തർക്കിക്കാനൊന്നും പോയില്ല, സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ആ സൈക്കിളായിട്ടാണ് മൂപ്പര് എല്ലാ പുലയക്കുടിലുകളിലും എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ ഇടയിലേക്കും യാത്ര എത്തിയത് മാത്രമല്ല, അവിടുന്ന് ഭക്ഷണവും കഴിക്കും, അവിടെ കിടന്നുറങ്ങുകയും ചെയ്യും. ചിലപ്പോൾ കൊളാടി ഉണ്ണി കാണുന്നത് ഒരു പുലയക്കുടിൽ, അതായത് രാജാവിൻ്റെ രാജാവ് എന്ന് പറയാം അവർ, അത്ര വലിയ ഒരു അവസ്ഥയിലുള്ള. അപ്പൊ അതാണ് എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനമാവേണ്ട ഒരു സംഭവം മനുഷ്യ സ്നേഹമാണ്. ആ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഈ പൂമുഖം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യരെ സഹായിക്കാനുള്ള മനസ്സ്, അവരെ ചേർത്ത് നിൽക്കാനുള്ളൊരിത്. ചില ആൾക്കാർക്കെങ്കിലും സംശയം തോന്നും, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണോ കോൺഗ്രസിൻ്റെ അതോ? ഒന്നല്ല, ഇത് മനുഷ്യരുടെ ഒരു സ്ഥാപനമാണ് പൂമുഖം. എല്ലാ ആൾക്കാർക്കും വിജ്ഞാന സമ്പാദനത്തിനും അതുപോലെ തന്നെ പരസ്പര സഹായത്തിനും പരസ്പരം വർത്തമാനം പറയാനും ഒക്കെ ഉള്ളൊരു സ്ഥാപനം. എല്ലാവരും മടി കൂടാതെ പൂമുഖത്തേക്ക് വരണം എന്നാണ്. ഞാൻ ഇന്നലെ ഈ നബീലിൻ്റെ അവിടെ ഒരു വായനശാലയിൽ പോയി. അപ്പോൾ വായനശാലയിൽ പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷം. 5-6 ആൾക്കാരുള്ളൂ, എന്നാൽ പോലും അവർ പല ലോകകാര്യങ്ങളും സംസാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഇടങ്ങൾ ഇല്ലാതെയാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാവുന്നതും അവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പുസ്തകത്തിൻ്റെ പ്രാധാന്യമോ പുസ്തക പ്രകാശനത്തിൻ്റെ പ്രാധാന്യത്തിനോ അപ്പുറം ഈ സായാഹ്നത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഒത്തുകൂടി ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിൽ ഈ പൂമുഖത്തിൻ്റെ ശില്പികൾ, ഞാൻ ആരുമല്ല കേട്ടോ. ഇന്നലെ ആരോ അതുപോലെ ഷെരീഫ്, ഖത്തറിലുള്ള ഷെരീഫ് ചോദിച്ചു, നിങ്ങളതിൻ്റെ കൺവീനറാണോ?
ഞാൻ പറഞ്ഞ ആ കൺവീനറും അല്ല, അംഗം പോലും അല്ല, ആ കൊലയത്തും ചെന്നിരിക്കാറുണ്ട്, അത്ര മാത്രമുള്ള. അല്ലാണ്ട് ഞാൻ അതായിട്ട് ഒരു ബന്ധമില്ല, ഇതിൻ്റെയൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഈ സംശയമുണ്ട്, ഇന്നെന്ത് കൂട്ടാണ്ടിരിക്കുകയായിരിക്കും, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണ ഒരാൾ എന്നുള്ളത്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു പണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സൽപ്പേരുണ്ട്, ആ എവിടെ ചെന്നാലും കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഇത് സമാധാനമായിട്ട് നടന്നു പോയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മെമ്പർഷിപ്പ് തരാതെ പക്ഷേ എനിക്ക് അതിലൊന്നും യാതൊരു പരാതിയില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നമുക്കറിയാം, ഇതിൻ്റെ പ്രവർത്തകരറിയാം, ഇതിൻ്റെ ആൾക്കാരറിയാം. ആ ഒരു സന്തോഷം ഉള്ള ഒരു സായാഹ്നമാണിത്. ഈ ഓണക്കാലത്ത് നടന്ന ഏറ്റവും മനോഹരമായ ഒരു, അല്ലെങ്കിൽ ഉണ്ട സദ്യനേക്കാളും ഒക്കെ കേമാണ് ഈ മനുഷ്യർ എല്ലാവരും ഇരിക്കുന്നത് കാണലും, അവരുടെ മുഖം കാണലും, അവർ ഒരുമിച്ചിരിക്കലും. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റേജൊന്നും വേണ്ടിയിരുന്നില്ല, ഈ താഴത്ത് നിന്നിട്ടൊക്കെ ആൾക്കാർ സംസാരിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ വെറുതെ പൈസ ചിലവാക്കിയിട്ട് സ്റ്റേജിലുള്ള ആൾക്കാർ കുറേ വലിയ ആൾക്കാരും മറ്റൊക്കെ കീഴ്പ്പെട്ടിരിക്കണവരും അങ്ങനെയുള്ളൊരു സംവിധാനം ആവശ്യമില്ല. ഇവിടെ നിന്നിട്ട് സംസാരിച്ചാലും ആൾക്കാർക്ക് കേൾക്കാമല്ലോ. അങ്ങനെയുള്ള സംവിധാനം മതി. ഇനിയെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നെടുനീളത്തിലൊരു വലിയ മേൽക്കൂരയൊക്കെയുള്ള ഒരു 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 ഹാള് പോലെ കുറച്ച് ആൾക്കാർക്ക് മഴയുള്ള സമയത്ത് ഇതുപോലെ മീറ്റിങ്ങുകൾ നടത്താനും, കുട്ടികൾക്ക് ഇപ്പോൾ ഡാൻസ് പഠിക്കാനോ അല്ലെങ്കിൽ കളരിപ്പയറ്റ് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കായിക വിനോദങ്ങൾ നടത്താനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാവണം. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഏക ഉദാഹരണം ഉള്ളത് കുഴിക്കാട്ടുശ്ശേരി കിട്ടലിൻ്റെ ഗ്രാമിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം മാത്രമാണ് ഇതിനോട് സാമ്യമുള്ള ഏക സ്ഥാപനം കേരളത്തിൽ. ബാക്കി വായനശാലകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സിനിമ, ഫുട്ബോൾ കളി. ഇപ്പം ഞാൻ ചില ദിവസം നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസം 6 മണി ഒക്കെ സമയത്ത് ഞാൻ ഇവിടേക്ക് വരും. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയാണ് എപ്പോഴും കാണുക. ഈ കുട്ടികളൊക്കെ ഒരു 10, 30, 40 കുട്ടികളുണ്ടാവും. ഈ സൈക്കിളിന്മേലൊക്കെ വന്ന് സൈക്കിൾ പിടിക്കാണ്ട് എറിയും, എന്നിട്ട് അവർ അങ്ങോട്ട് ഓടുന്നതാണ്. അപ്പോൾ നീന്താൻ പോണ കുട്ടികളാണ്. ഇവർക്ക് നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്മാനും അഷ്റഫും വേറെ 1-2 ആൾക്കാരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ കുട്ടികളെ 100ഓളം കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചു വിടുന്നു ഈ കുളത്തിൽ നിന്ന്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നീന്തൽ അറിയില്ല, വെള്ളത്തിൽ വീണിയ കാറ്റ് പോകുന്നെ, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടികൾ കൊച്ചനൂരത്തെ ഈ 100 കുട്ടികൾ ഈ കുളത്തിൽ, അതായത് ഇപ്പോൾ ഈ നവീകരിക്കുന്നതിൻ്റെ മുമ്പുള്ള കുളത്തിൽ അവർ നീന്തൽ പഠിച്ച്, ഇപ്പോഴാണ് കുളം നവീകരിച്ചത്. അവരെ കുന്നംകുളത്ത് കൊണ്ടുപോയിട്ട് നീന്തൽ മത്സരത്തിൽ പങ്കെടുപ്പിച്ച് അവിടെ ഈ ബോൺവിറ്റ ഒക്കെ കഴിച്ചുള്ള ഹോർലിക്സ് കുട്ടികൾ വന്നിട്ടാണ് നീന്തണത്. ഇവർക്കൊക്കെ പുല്ല് വില ഇവരടിച്ച് എല്ലാത്തിലും 1ാം സമ്മാനം എത്തണത് തന്നെ. അപ്പോൾ അവർ കുന്നംകുളത്തുകാർ പറഞ്ഞ് ആ കുട്ടി അങ്ങനെയല്ല നീന്തിയത്, കാലം അങ്ങനെ അടിക്കാൻ പാടില്ല, അതുകൊണ്ട് പോരാ അങ്ങനെ ഔട്ടാക്കിയിട്ട് കുറച്ച് സമ്മാനം അവർക്ക് കിട്ടി. ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ കൊച്ചനൂരത്തെ കുട്ടികൾക്ക് തന്നെയായിരുന്നു. കാരണം ഇവർക്ക് മറ്റൊന്നും അറിയില്ല, സ്പീഡിൽ നീന്തുക എന്നുള്ളത് മാത്രമല്ല. ഈ കുളം റൗണ്ട് അടിക്കുന്ന കുട്ടികളെ കണ്ടിട്ട് എനിക്ക് പേടിയായി. കാരണം ഭയങ്കര ആഴമുള്ള കുളമാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ മൊത്തം സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് വളർന്നു വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദീപ അസ്വസ്ഥയാവുന്നുണ്ട് ഇപ്പോൾ തരാൻ മുളമയ്ക്ക്. അപ്പോൾ ഇതിൽ പക്ഷെ ഇതൊക്കെ കൂടിയിട്ട് പറയണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫാറൂഖിൻ്റെ കയ്യിൽ നിന്നാണ് മനുഷ്യരോട് കഥകൾ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പുസ്തകം എന്നുള്ള നിലക്കാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം ഞാൻ കാണുന്നത്. എന്തുകൊണ്ടും ദീപയും അതുപോലെ തന്നെ മനുഷ്യരോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അധ്യാപികയാണ്, ഒരു മലയാളം അധ്യാപികയാണ്. അതിന് പുറമെ തന്നെ എഴുത്തുകാരിയാണ്. ഞാൻ 1-2 പുസ്തകങ്ങൾ ദീപ കേരളോർമയിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ പ്രകാശനം ചെയ്യാൻ പോയിട്ടുണ്ട്. ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ നോക്കിയപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ പല പേജിലും അച്ചടിയൊന്നുമില്ല, വെറും കാലി കടലാസ് മാത്രമേ ഉള്ളൂ. ആ പരിപാടിയൊന്നുമല്ല, ഞങ്ങളെല്ലാ പേജിലും കൃത്യമായിട്ട് അച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് പ്രസാധകൻ വിട്ടുപോയതാണ് അച്ചടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ അന്ന് പറഞ്ഞു, കാരണം ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞ് ഞാനിപ്പോഴാണ് കാണുന്നത് ശ്രീരാമേട്ട, ഞാൻ അത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നല്ല വെടുപ്പുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വിട്ടിട്ടുള്ള ആൾ തന്നെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവർ മൊത്തം ഈ കുടുംബക്കാരും മംഗളങ്ങരക്കാരും മുഴുവൻ ഈ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഹനീഫ കൊച്ചനൂരുണ്ട്, അത് ഇദ്ദേഹത്തിനൊക്കെ മുൻപ് എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ ഇങ്ങനെയൊന്നുമല്ല, അത് വളരെ വെടുപ്പായിട്ട് നോവൽ എഴുതാൻ. ഈ നോവൽ എഴുതാനൊന്നും ഒരിക്കലും എനിക്കൊന്നും സാധിക്കില്ല. പക്ഷേ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള നോവലുകൾ, ആദ്യ ബദർവാടിക്കിളികൾ, അങ്ങനെയൊക്കെയുള്ള നോവലുകൾ. ആദ്യം ഒരു ഹനീഫ കൊച്ചനൂരിൻ്റെ ഒരു പുസ്തകത്തിന്, ഷീബ അമീറിൻ്റെ വാപ്പ നടത്തിയിരുന്ന പ്രസ്സിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തിന് ഞാൻ അതിൻ്റെ കവറ് വരച്ചിട്ടുണ്ട്. അന്ന് അക്ബറൊന്നും ജനിച്ചിട്ടില്ല ഞാനത് വരയ്ക്കുന്ന സമയത്ത്.
ആ പുസ്തകം ഒരു പക്ഷേ ചിലപ്പോൾ അനീഫയുടെ കയ്യിൽ ഇപ്പോഴും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ കൂടി സഹായിക്കുന്ന ഒരു സ്ഥാപനം ഇത് ഇതിൻ്റെ പ്രധാന ആളായിട്ടുള്ള അഷ്റഫും അസൽ എഴുത്തുകാരനാണ്. അല്ല, ഞാൻ സാധാരണഗതിയിൽ കാണപ്പെടാത്ത കഥകൾ എഴുതിയിരുന്നു അയാൾ ഗൾഫിലുള്ളപ്പോൾ. ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഒറ്റ പുസ്തകം എഴുതിയിട്ടില്ല. കാരണം ഒന്നുപോലെ പയ്യനെ അഴിച്ചിട്ടം പോകണം, അല്ലെങ്കിൽ പെങ്ങളുടെ മോളെ പള്ള കാണാൻ പോകണം, ഇങ്ങനെ എപ്പോഴും ഫുൾ തിരക്കാണ്. അപ്പോൾ അത് കാരണം ഒരു നിമിഷം മൂപ്പർക്ക് ഫ്രീ അല്ല. മറ്റേതാകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഒരു നിശ്ചിത സമയം ഒഴിവുണ്ടാവും. അപ്പോൾ സമാധാനമായിട്ടിരുന്നു. ഇപ്പം സമാധാനം എന്ന് പറയണതില്ല. എല്ലാ കാര്യങ്ങളും അവസാനം ഈ ടീപ്പോയെ പിടിച്ചിടാനും മൂപ്പര് വേണം, സ്റ്റേജ് കെട്ടാനും വേണം, കിണർ കുത്താനും വേണം, നീന്തൽ പഠിപ്പിക്കാനും പോകണം, പയ്യനെ നോക്കാനും പോകണം. എല്ലാ കാര്യങ്ങളും ഏതാണ്ട് സ്വയം ഏറ്റെടുക്കുന്നതിൽ ഇത്രയും സന്തോഷം കണ്ടെത്തുന്ന വേറൊരു മനുഷ്യനില്ല. അത് കാരണം കൂടിയാണ് ഈ സ്ഥാപനം ഉണ്ടാവുന്നത് കേട്ടോ. എന്നാൽ പോലും അയാളുടെ ഉള്ളിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നിന്നൊക്കെ കുറച്ചൊരു ലീവ് എടുത്തിട്ട് വീണ്ടും ആരംഭിക്കണം. അത്രയും നല്ല കഥകളാണ് അഷ്റഫിൻ്റെ. ആ കഥകളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, സമയം വൈകി.